ഈ രണ്ട് പിണറായി സർക്കാരുകൾക്കെതിരെ പ്രതിപക്ഷം കോടതിയിൽ പോയത് നിരവധി തവണയാണ്. എന്നാൽ തിരിച്ചടികളുടെ മാലപ്പടക്കമായിരുന്നു പ്രതിപക്ഷത്തിന് കോടതികളിൽ നിന്ന് കിട്ടിയത്. ഒരിക്കൽ തിരിച്ചടി കിട്ടിയ ഘട്ടത്തിൽ വീണ്ടും കോടതിയിൽ മുടന്തൻ ന്യായം പറഞ്ഞ, സ്വന്തമായി വക്കീൽ ഓഫീസ് ഉണ്ടെന്ന് ലീഗിന്റെ KM ഷാജി സർട്ടിഫൈ ചെയ്ത മാത്യു കുഴൽനാടനോട് കോടതി പറഞ്ഞത്, ഇനിയും ഈ പരാതി 4ആയി മടക്കി പോക്കറ്റിലിട്ട് വീട്ടിൽ പോയില്ലെങ്കിൽ 10 ലക്ഷം രൂപ ഫൈൻ അടിക്കുമെന്നാണ്. എന്നിട്ടും പ്രതിപക്ഷം പഠിച്ചില്ല. ഏറ്റവും അവസാനം സർക്കാർ ജീവനക്കാർക്ക് DA സന്ദേശം അയച്ച നടപടി ഡാറ്റ ചോർച്ചയാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ കണ്ടെത്തൽ. ഒരാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ വ്യക്തിപരമായ ഡാറ്റ ചോർത്താൻ പാടില്ല. ഇത് വ്യാപകമായി സർക്കാർ ജീവനക്കാരുടെ, അധ്യാപകരുടെ എല്ലാവരുടെയും ഡേറ്റ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചോർത്തിയിരിക്കുകയാണ്. ആവർത്തിച്ച് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിട്ടും പഠിക്കാത്ത പ്രതിപക്ഷത്തിന് പക്ഷേ ഇത്തവണ ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് കിട്ടിയത് വെറും തിരിച്ചടി മാത്രമല്ല. DA സന്ദേശത്തിൽ നിയമവിരുദ്ധതയില്ലെന്ന് ഹൈക്കോടതി. ക്ഷേമരാഷ്ട്രത്തിൽ നല്ല ഭരണ നിർവഹണത്തിന്റെ ഭാഗം. ഡാറ്റ ചോർച്ച ഇല്ലെന്ന് മാത്രമല്ല, ഇത് സദ്ഭരണത്തിനുള്ള തെളിവാണ് എന്നാണ് കോടതി പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ, സർക്കാരിനെതിരെ കോടതിയിൽ പോയി സർക്കാരിന് ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു പ്രതിപക്ഷം. കോടതി വിധിയോടുള്ള മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം കേട്ടാൽ ആത്മാഭിമാനമുള്ള പ്രതിപക്ഷം ഇനി ഈ പണിക്ക് നിൽക്കില്ല. സർക്കാരിനെതിരെ കോടതിയിൽ പോയി സർക്കാരിന്റെ സൽഭരണത്തിനുള്ള സർട്ടിഫിക്കറ്റും വാങ്ങി വന്ന പ്രതിപക്ഷത്തെ എങ്ങനെ മറക്കാനാവും? അവരോട് അതിയായ തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയുമുണ്ട്. കാരണം അവർ പോയില്ലായിരുന്നെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് നാട്ടുകാർ മുഴുവൻ അറിയില്ലായിരുന്നല്ലോ. സർക്കാരിനെതിരെ കോടതി പോയി ഇതിൽ സ്വകാര്യതാ ലംഘനവും അഴിമതിയൊക്കെ ആരോപിച്ച് കോടതി പോയി ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രതിപക്ഷം വന്നിരിക്കുകയാണ്, സൽഭരണമാണ് എന്ന്. അതുകൊണ്ട് ഈ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്ത ഈ ഉപകാരം ഒരിക്കലും മറക്കുകയില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സതീഷിന്റെ തള്ളിന് ഒരു കുറവുമില്ല. ഞങ്ങളുടെയൊക്കെ നിലപാടെന്താണ്? ഞങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണ്. പറയുന്നതും അല്ലല്ല, അത് വരട്ടെ, നിങ്ങൾ ധൃതി കൂട്ടല്ലേ. പറയുന്നതും പ്രവർത്തിച്ച ഒന്നാണ് കോൺഗ്രസ്. പറഞ്ഞതും പ്രവർത്തിച്ചതും ഇവരൊക്കെ വർത്തമാനം മാത്രമേ ഉള്ളൂ. കാര്യത്തോട് അടുത്തപ്പോ ഇവരുടെയൊക്കെ നിലപാട് നിങ്ങൾ കണ്ടോ? കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ നോക്കി കാണുന്നു. ഇതാണ് വ്യത്യാസം. ഇതാണ് നിലപാടെന്ന് പറയുന്നത്. അതാ മാങ്ങാ തൊലി. പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണത്രേ. ഉമ്മൻചാണ്ടി ഭരണത്തിൽ വിവിധ ഘട്ടങ്ങളിലിട്ട കല്ല് തപ്പിയെടുക്കുന്ന തിരക്കില്ല ചില മാധ്യമങ്ങൾ. ആ ചാണ്ടി ഭരണത്തെക്കുറിച്ച് വെറും കൊള്ള എന്നല്ല, തീവെട്ടിക്കൊള്ള എന്ന് വിളിച്ച മഹാരാണി സതീശൻ മൂപ്പര് ഇപ്പൊ പറയുന്നു ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്നാണെന്ന്. പച്ച നുണ മാത്രം പറയുന്ന സതീശൻ മാതൃഭൂമി ചാനലിൽ വന്ന ഈ വാർത്ത അണ്ണാക്കിലങ്ങ് തിരികെ വെച്ചോ. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണം എവിടെ വരെയായി എന്ന് നോക്കിയാലോ? ഉത്തരം, നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് തറക്കല്ലിട്ട് 2 ആഴ്ച പിന്നിട്ട് കഴിഞ്ഞല്ലേ, എന്നിട്ടും കുന്നംപറ്റയിലെ ഭൂമിയിൽ ഒരു ജോലിയും ഇതുവരെയും തുടങ്ങാനായിട്ടില്ല. മേപ്പാടി പഞ്ചായത്തിലെ കുന്നംപറ്റയിലുള്ള ഈ സ്ഥലത്താണ് ഫെബ്രുവരി 26-ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന കോൺഗ്രസിന്റെ ഭവന പദ്ധതിയുടെ തറക്കല്ലിട്ടത്. ഇവിടെയായിരുന്നു വേദി. ആ തറക്കല്ലിട്ട ഫലകം ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. പക്ഷെ ചില വാർത്തകളൊക്കെ വന്നതിനെ തുടർന്ന് അത് കോൺഗ്രസ് നേതാക്കൾ എടുത്തു മാറ്റിയെന്ന് തോന്നുന്നു. പക്ഷെ ഇന്ന് മാർച്ച് 10-ആയി. ഒരു വീടിന്റെ തറയ്ക്ക് വേണ്ടി കുഴിയെടുക്കാനോ ഒരു കല്ലെടുത്തു വെക്കാനോ അല്ലെങ്കിൽ കല്ല് ഇറക്കിയിട്ട് പോലുമില്ല. ഇവിടെ കുറച്ച് അസംസ്കൃത വസ്തുക്കളുണ്ട്. അത് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ടാറിംഗ് പ്ലാന്റിന്റേതാണ്. കോൺഗ്രസിന്റെ വീടിനായി ഒരു ലോഡ് കല്ല് പോലും ഇവിടെ ഇറക്കിയിട്ടില്ല, ഒരു കുഴി പോലും എടുത്തിട്ടില്ല. മേപ്പാടി പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ ബിൽഡിംഗ് പെർമിറ്റിനായിട്ടോ വീടുകളുടെ നിർമ്മാണത്തിനോ എന്തെങ്കിലും അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഇല്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. സർക്കാർ ഇപ്പോൾ ഉദ്ഘാടന മഹാമഹങ്ങൾ നടത്തുന്നതിനെതിരെ പ്രതിപക്ഷവും കോൺഗ്രസും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ കോൺഗ്രസ് കൊട്ടിഘോഷിച്ച് ദേശീയ നേതാക്കളെ കൊണ്ടുവന്ന ഇവിടെ തറക്കല്ലിടൽ നടത്തിയിട്ടും ആ ഭവന പദ്ധതിയുമായി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ KPCCക്കോ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനോ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, കല്ലിട്ട് പോകുന്നവർ എന്നൊരു പരാതി കോൺഗ്രസിനെ കുറിച്ചുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ ആ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയെന്നല്ലാതെ കുഴി കുഴിച്ച് ഒരു കല്ല് പോലും ഇതുവരെ. ഞങ്ങളുടെയൊക്കെ നിലപാടെന്താണ്? ഞങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണ്. പറയുന്നതും പ്രവർത്തിച്ച ഒന്നാണ് കോൺഗ്രസ്. പറഞ്ഞതും പ്രവർത്തിച്ചത് ഇവരൊക്കെ വർത്തമാനം മാത്രം. രണ്ടാം പിണറായി സർക്കാർ പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തുന്ന തിരക്കില. നിങ്ങളോ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ ശവശരീരങ്ങൾ വരെ കാണിച്ച് ആപ്പ് വെച്ചും മാപ്പ് വെക്കാതെയും കോടികൾ പിരിച്ച് 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഉണ്ടും ഉറങ്ങിയും രമിച്ചും ഗർഭം കലക്കിയും ജീവിക്കുന്നു. പിരിച്ച കാശ് എത്രയെന്ന ചോദ്യത്തിന് പോലും മറുപടിയില്ല. ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ വന്യജീവി ശല്യമുള്ള 3 ഏക്കർ ഭൂമി വാങ്ങി അവിടെ വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് രാഹുലും പ്രിയങ്കയും വന്ന് ഉദ്ഘാടന നാടകം കളിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പഞ്ചായത്ത് ഓഫീസിൽ പോയി വീടിനുള്ള പെർമിറ്റിനുള്ള അപേക്ഷ പോലും നൽകിയിട്ടില്ല.
സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ പൂർത്തിയാക്കിയ വീടുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇപ്പോൾ ഒരു ലോഡ് കല്ല് പോലും ഇറക്കാതെ വയനാട്ടിൽ തറക്കല്ലിടൽ നാടകം കളിക്കുന്നത്. എന്നിട്ടും ഞങ്ങൾ പറയുന്നത് ചെയ്യും എന്നാണ് സതീശൻ പറയുന്നതെങ്കിൽ സതീശ, നിങ്ങളുടെ തൊലിക്കട്ടിക്കൊമ്പിൽ കണ്ടാമൃഗം വരെ നമിച്ചു പോകും. നൽകിയ വാഗ്ദാനങ്ങളിൽ 95% പൂർത്തീകരിച്ച് അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനസമക്ഷം അവതരിപ്പിച്ച ഈ ഇടത് സർക്കാരിനെ കുറിച്ചാണ് സതീശ നീ പച്ച നുണ പറയുന്നത്. നിങ്ങൾ കോടികൾ ചെലവിട്ടിറക്കിയ കനകോലുവിനോ നിങ്ങളുടെ ത്രിവർണ സൈബർ പോരാളികൾക്കോ ഈ സത്യങ്ങൾ മറച്ചുവെക്കാനാവില്ല. സതീഷിന്റെ തള്ളിനുമപ്പുറം സത്യം എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിയട്ടെ. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.